നമസ്കാരം. ഇറാൻ യുദ്ധം, ഇസ്രായേൽ-ഇറാൻ യുദ്ധം അഥവാ അമേരിക്ക നടത്തുന്ന യുദ്ധം, അധിനിവേശം, അതിന്നല്ലേ നാളെ അവസാനിച്ചേ മതിയാകും. ഏത് യുദ്ധം കുറേ കഴിയുമ്പോൾ യുദ്ധം ചെയ്യുന്ന ഇരുപക്ഷക്കാർക്കും മടുക്കുമല്ലോ, തളരുമല്ലോ. അപ്പോൾ യുദ്ധം അവസാനിക്കും. പക്ഷെ യുദ്ധം അവസാനിച്ചാലും അതിൻ്റെ പുറകിൽ വരുന്നത് അതിനേക്കാൾ വലിയ കെടുതികളാണ്, യുദ്ധക്കെടുതികളാണ്. അതെല്ലായിടത്തും ഉണ്ടാകുന്ന പോലെ ഇപ്പോൾ യുദ്ധം നടന്ന ഭൂമികയിലും അത് സംഭവിക്കും. പശ്ചിമേഷ്യയെ പ്രത്യേകിച്ചും ലോകത്തെമ്പാടും ഉണ്ടാകുന്ന ഒരു കെടുതി, അത് വളരെ വലിയ തോതിൽ അത് ബാധിക്കുക പശ്ചിമേഷ്യയെ ആയിരിക്കും. വേൾഡ് ഫുഡ് പ്രോഗ്രാം WFP അവരുടെ പ്രസ്താവനയാണത്, അവരുടെ അറിയിപ്പാണത്. ഇപ്പോൾ വരുന്ന ജൂൺ മാസം, ഇപ്പോൾ മാർച്ച് മാസമായി, ഏപ്രിൽ മെയ് ജൂണിൽ ആരംഭിക്കും എന്ത്? പട്ടിണിയുടെ പേരിലുള്ള ദുരിതം, മരണങ്ങൾ. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരുന്നതിന്, യുദ്ധം അവസാനിക്കുക എന്നുള്ളതിന് ആർക്കും ഒരു പിടിപാടുമില്ല എപ്പോഴും അവസാനിക്കുന്നു. അമേരിക്കയ്ക്കും ഇല്ല, ഇസ്രായേലിനും ഇല്ല, ഇറാനിലും ഇല്ല, ലോകത്തിൽ ആർക്കും ഇല്ല. ഏതായാലും യുദ്ധം ഇന്നത്തെ ദിവസം വരെ തുടർന്നിട്ടുണ്ട്. അത് മതിയാകും. അതിൻ്റെ ഇമ്പാക്റ്റ്, പിന്നീട് വരുന്ന കെടുതികൾ, അത് ഈ ജൂൺ മാസത്തോട് കൂടിയിട്ട് ഒരു 4.5 കോടി ആളുകൾ പട്ടിണി മരണത്തെ അഭിമുഖീകരിക്കുമെന്നാണ് പറയുന്നത്. സംഘർഷം ഈ പോലെ ഇനിയും തുടരുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ ഈ അപകടക്കെടുതിയിൽപ്പെടും. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് WFP. യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് അതിനെ വിലയിരുത്തുന്നതൊക്കെ അവരാണ്. വാസ്തവത്തിൽ നിലവിലുള്ള യുദ്ധം മേഖലയിലെ വിതരണ ശൃംഖല, അത് നമുക്കെല്ലാവർക്കും അറിയാം. എണ്ണയുടെ കാര്യം മാത്രമല്ല, എണ്ണയുടെ വിതരണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇവിടെയുള്ള കുറേ ആളുകൾ, പ്രത്യേകിച്ചും നമ്മളെല്ലാവരും പറയുന്ന കൃസംഖികൾ, സംഖ്യക്കൂട്ടങ്ങൾ പറയും, അവിടെ നരേന്ദ്രമോദി കാലത്ത് ഫോൺ ചെയ്തു, വൈകുന്നേരം ഫോൺ ചെയ്തു, ഇനി നാളെ ഫോൺ ചെയ്യും, കാലത്ത് ഫോൺ ചെയ്യും, വൈകുന്നേരം ഫോൺ ചെയ്തും ഉച്ചയ്ക്ക് ഫോൺ ചെയ്യും. ആർക്ക്? ഇറാനിലെ അധികാരികൾക്ക്, ഇസ്രായേലിന്, അമേരിക്കയ്ക്ക്, തുർക്കിക്ക്, UAE പ്രസിഡന്റിന്. വേറെ തൊഴിലൊന്നുമില്ലേ? കാലത്ത് പോയി വൈകുന്നേരം വരെ നമ്മൾ കാമുകന്മാർ ഫോൺ ചെയ്യണവരെ, ഹലോ എങ്ങനെയുണ്ട് യുദ്ധം കാര്യങ്ങളൊക്കെ? ഇതാണോ? ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ്? ഏതായാലും ഒരു പ്രശ്നവുമില്ല എന്ന് വീടിനകത്ത് പോലും ഇവിടെയുള്ള സംഖ്യക്കൂട്ടങ്ങൾ, കുറുവടികൾക്ക് പറയാൻ കഴിയാത്ത സാഹചര്യം വന്നു കഴിഞ്ഞു. അടി കിട്ടും. അമ്മമാരുടെ കയ്യിൽ നിന്നും, പെങ്ങന്മാരുടെ കയ്യിൽ നിന്നും, ഭാര്യമാരുടെ കയ്യിൽ നിന്നും, പെൺമക്കളുടെ കയ്യിൽ നിന്നും. കാരണം അവരാണ് അടുക്കളയിൽ ആ ദുരിതം പേറുന്നത്. അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നമുക്ക് വരെ ആ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏതൊരു യുദ്ധം നടക്കുമ്പോഴും നമുക്കതൊരു വാർത്തയാണ്. എന്തിനേറെ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടക്കുമ്പോൾ, പഹൽഗാം അതുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം നടന്നു, ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടന്നു, നമുക്കതൊരു വാർത്തയാണ്. നേരിട്ട് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഇത്. അതേ സമയത്ത് ഇപ്പോൾ ഹോർമൂസ് ദ്വീപിലെ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് ബാധിച്ചിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ വരുന്ന എൻ്റെ സർവൻ്റ് പോലും പറയുകയാണ്, ഹോർമൂസിലെ പ്രശ്നം രൂക്ഷമാകുമോ? ഇനിയും പ്രശ്നം, അവർക്കും ഗ്യാസ് ഒരു കുറ്റിയേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഗ്യാസ് കുറ്റി വേണമെങ്കിൽ 45 ദിവസം കാത്തിരിക്കണം. ഈ 45 ദിവസം എന്ത് ചെയ്യണം? അവർ ഓലക്കൂടി വെച്ചോ വിറക് വെച്ചിട്ടോ വെള്ളം അവിടുത്തെ വീട്ടുകാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അവർ പോലും ഇതിനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന യുദ്ധം അവിടുത്തെ വിതരണ ശൃംഖലയെ വലിയ രൂപത്തിൽ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. എണ്ണ മാത്രമല്ല, അത്യാവശ്യ സാധനങ്ങൾ, കായ്കറികൾ, പച്ചക്കറികൾ, അരി എന്നിത്യാദി കാര്യങ്ങൾക്ക് ഇപ്പോൾ ദിവസം വേണ്ടുന്ന കാര്യങ്ങൾ വില കുത്തനെ ഉയരും. മാത്രമല്ല പലർക്കും അത് ലഭിക്കാതെയും വരും. എത്ര ഉയർന്നു കഴിഞ്ഞാലും മഹാകോടീശ്വരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. 10 രൂപയുടെ സാധനം 100 ആയാലും 100 രൂപയുടെ സാധനം 1000 ആയാലും അവരത് വാങ്ങിക്കും. യുദ്ധം മൂലം പശ്ചിമേഷ്യയിൽ പലയിടത്തായി കൃഷിഭൂമികളൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ പ്രവാചകനായിട്ടുള്ള നബി തിരുമേനി ഏതൊരു യുദ്ധത്തിന് പോകുമ്പോഴും അദ്ദേഹം പ്രത്യേകം പറയാറുണ്ട്,
കൃഷിഭൂമികൾ നശിപ്പിക്കരുത്. കാരണം എന്താണ്? കൃഷിഭൂമി നശിപ്പിച്ചാൽ അവരുടെ കൃഷിഭൂമി നശിപ്പിച്ചാലും നമ്മുടെ കൃഷിഭൂമി നശിപ്പിച്ചാലും നശിച്ചു വരുന്ന എന്താ? ധാന്യങ്ങളാണ്. നാളെ അവിടെ നിന്ന് ഇങ്ങോട്ട് ധാന്യം വരണം, ഇവിടെ നിന്ന് അങ്ങോട്ട് ധാന്യം വരണം. അന്ന് ബാർട്ടർ സംവിധാനമുള്ളതെന്നുണ്ടായിരുന്നു, കൊടുക്കൽ വാങ്ങൽ. ആയതുകൊണ്ട് ഒരു കാരണവശാലും സ്ത്രീകളെ ആക്രമിക്കരുത്, കുട്ടികളെ ആക്രമിക്കരുത്, വൃദ്ധജനങ്ങളെ ആക്രമിക്കരുത്, ഒപ്പം കൃഷിഭൂമിയും ആക്രമിക്കരുത്. പക്ഷെ ഇപ്പം ഇവിടെ കൃഷിഭൂമികളൊക്കെ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും അതിനകത്ത് ഉപയോഗിക്കുന്ന പല ബോംബിനകത്ത് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ അവിടെ ഒരു പുല്ല് പോലും മുളയ്ക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഇവിടെ വിയറ്റ്നാമിലൊക്കെയും സംഭവിച്ച കാര്യങ്ങളാണ്. ഗതാഗത മാർഗ്ഗങ്ങൾ മുഴുവൻ അടഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇറാനിലും അയൽ രാജ്യങ്ങളും ഭക്ഷ്യ സാധനങ്ങൾ കിട്ടാത്ത സ്ഥിതിയാണ് ഇപ്പോൾ തന്നെയുള്ളത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ സ്ഥിതി കൂടുതൽ വഷളാക്കുന്നുണ്ട്. ഇപ്പോൾ UAE പോലുള്ള രാജ്യങ്ങൾ, സൗദി UAE പോലുള്ള രാജ്യങ്ങൾ, അവിടെയുള്ള ക്രയവിക്രയങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ജോലി സ്ഥാപനങ്ങൾ, അത് ഇപ്പോൾ വലിയ രൂപത്തിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നില്ല, സാധാരണക്കാരിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഈ യുദ്ധം ഇങ്ങനെ തുടരുകയാണെങ്കിൽ എത്ര പേര് അവിടെ നിന്ന് ഓടിപ്പോരേണ്ടി വരുന്ന അറിയാത്തൊരു സാഹചര്യമാണ് അവിടെയും ഉള്ളത്. നിൽക്കക്കള്ളിയില്ലാത്തൊരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വരും മാസങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും. അതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാൻ പോകുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. ഈ പ്രതിസന്ധിയുടെ പ്രധാന ഇരകളാകുക. ഏത് യുദ്ധം വന്നാലും അതിൻ്റെ പ്രധാന ഇരകളാവുന്നത് സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധജനങ്ങളൊക്കെയാണല്ലോ. മാനുഷികമായിട്ടുള്ള സഹായം എത്തിക്കുന്നതിന് യുദ്ധം വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. കാരണം യുദ്ധം എപ്പോഴും ആദ്യമായി ലക്ഷ്യം വയ്ക്കുന്ന എന്തിനെയാണ്? ഈ ഗതാഗതത്തെയാണ്. അവർ എയർപോർട്ട് നശിപ്പിക്കുന്നു, റെയിൽ പാളങ്ങൾ നശിപ്പിക്കുന്നു, റോഡുകൾ നശിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ തന്നെ യുദ്ധത്തിൻ്റെ ഒരു 50% അവിടെ കഴിഞ്ഞു. അവിടെ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ അവർക്ക് ആഹാര സാധനങ്ങൾ കിട്ടാതെ പട്ടിണി മരണത്തെ അഭിമുഖീകരിക്കുകയാണ് ചെയ്യുന്നത്. നേരിട്ട് ജനവാസ സ്ഥലങ്ങളിൽ ബോംബിട്ടോ? ഇല്ല. അപ്പം ഞങ്ങൾ യുദ്ധത്തിൻ്റെ എല്ലാവിധ മര്യാദകളും പാലിച്ചു. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? സംഭവിക്കുന്നത് നേരിട്ടല്ലെങ്കിലും മറ്റൊരു രൂപത്തിൽ സാധാരണക്കാരെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളെയും സ്ത്രീകളെയും ബാധിക്കുകയാണ് ചെയ്യുന്നത്. പട്ടിണി മരണങ്ങൾ അതവിടെ ഉൽപ്പാദ്യമാകുകയാണ് ചെയ്യുന്നത്. അടിയന്തരമായിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കുക, തടസ്സമില്ലാത്ത മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ അനുവദിക്കുക. ഇതൊക്കെയും ഉണ്ടായില്ലെങ്കിൽ പശ്ചിമേഷ്യയെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത പട്ടിണി ദുരന്തമായിട്ട് ഈ യുദ്ധം മാറും എന്നുള്ള യാതൊരു സംശയവുമില്ല. ഇതാണ് ഇവനിപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹം ഉടൻ ഇടപെടണം എന്നാണിപ്പോൾ. അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. നമുക്കും അത് തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. യുണൈറ്റഡ് നേഷൻസിന് പോലും അത് മാത്രമാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് എന്ന് സാരം. ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിലെ പ്രധാനപ്പെട്ട വക്താക്കൾ, യുദ്ധം ചെയ്യുന്നത് അത് അമേരിക്കയാണ് യുദ്ധത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇന്നിപ്പോൾ അമേരിക്കക്കാർ പോലും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ യുദ്ധം ആർക്ക് വേണ്ടിയിട്ട്? യുദ്ധം അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടോ അതോ വേറെ ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടോ? ഇവിടെ നടന്നിട്ടുള്ള പശ്ചിമേഷ്യയിൽ നടന്ന സകലവിധമായ യുദ്ധവും ലക്ഷ്യം വയ്ക്കുന്നത് അവിടെയുള്ള എണ്ണ, അവിടെയുള്ള ധാതുസമ്പത്ത്, അവിടെയുള്ള പ്രകൃതി വിഭവങ്ങളാണ്. അത് ധാരാളമുള്ള രാജ്യങ്ങളാണ് ഈ അറേബ്യൻ രാജ്യങ്ങൾ. അവ ഊറ്റിയെടുക്കുന്നതിൻ്റെ നിയന്ത്രണം തങ്ങൾക്ക് വേണം. തങ്ങളെ ചൊൽപ്പിടിക്ക് നിൽക്കുന്ന കളിപ്പാവകൾ ആയിരിക്കണം അവിടുത്തെ ഭരണ നേതൃത്വത്തിലുണ്ടാകുന്നത്. അമേരിക്കൻ കഴുകന്മാർക്ക് അതിലപ്പുറം ഒരു താല്പര്യവുമില്ല എന്നുള്ളതാണ് സത്യം. യുദ്ധത്തിൻ്റെ കെടുതികൾ തുടക്കത്തിൽ പ്രത്യേകിച്ചും അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകൾ, അമേരിക്കയുടെ യുദ്ധസന്നാഹങ്ങൾ, അവിടേക്ക് മാത്രമായിരുന്നു ആദ്യം. ഖത്തറിലാണ് ഉണ്ടായത്. ഇപ്പോൾ അവിടെ നിന്നും വിട്ട് അമേരിക്കൻ ബേസിലുള്ള സൈനികരുടെ കൂടാരങ്ങൾ എവിടെയൊക്കെയുണ്ടോ അതെല്ലാം സിറ്റികളിലാണ്, അതെല്ലാം നഗരങ്ങളിലാണ്. അവിടേക്ക് പോലും
ഇപ്പോൾ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇറാന് ഈ ആക്രമണത്തിന് പിൻവാങ്ങാൻ കഴിയുക? പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഇറാൻ യുദ്ധം ചെയ്യുന്നു, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അതവർക്ക് ഇസ്ലാമോഫോബിയ ബാധിച്ച് ഏത് രീതിയിലാണെങ്കിലും അവർ തല കുത്തി നിന്നിട്ടേ കാര്യങ്ങൾ കാണുന്നുള്ളൂ. നടന്നു പോകുന്ന മുസ്ലിങ്ങളാണെങ്കിൽ ഇവർ നോക്കുന്നത് തല കുത്തി നിന്നിട്ടായിരിക്കും. എന്നിട്ട് പറയുന്ന മുസ്ലിങ്ങൾ തലകുത്തി നിന്ന് പോകുന്നു എന്ന്. ഇറാൻ എങ്ങനെ, ഏത് വിധത്തിലാണ് ഇറാൻ ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റുക? ആരാണ് ഇറാനോട് യുദ്ധം ചെയ്യുന്നത്? അമേരിക്ക, അതല്ലെങ്കിൽ ഇസ്രായേൽ. എവിടെ നിന്നാണ് യുദ്ധം ചെയ്യുന്നത്? അത് കാണേണ്ട കാര്യമാണത്. സിമ്പിളാണ്. ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, സുഹൃത്തേ, നിങ്ങളുടെ ശത്രു എൻ്റെ വീടിൻ്റെ ടെറസിൽ വന്ന് നിങ്ങളുടെ തലയിലേക്ക് കല്ലുകൾ എറിയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? സ്വാമിയുടെ വീടിൻ്റെ മുകളിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് കല്ലെറിയുന്നു കേട്ടോ, സ്വാമി ഇത് തടയണം. പറയോ പറയില്ലേ? പറയും. എന്നിട്ടും ഞാൻ അനുവദിക്കുകയാണെങ്കിൽ അപ്പുറത്തുള്ള സുഹൃത്ത് എന്ത് ചെയ്യും? എൻ്റെ തലയിലേക്ക് കല്ലെറിയും. സ്വാഭാവികമാണല്ലോ അത്. എൻ്റെ ടെറസിലേക്ക് കല്ലെറിയും. സ്വാഭാവികമാണല്ലോ ഇത്. എല്ലാവർക്കും, ഏത് കൊച്ചുകുട്ടിയും അംഗീകരിക്കുന്ന ന്യായീകരണമാണത്. അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാനവികമായിട്ടുള്ള സഹായവുമായിട്ട് എത്തുന്ന വാഹനങ്ങൾക്ക് പോലും ആക്രമണങ്ങൾ ഉണ്ടാകുക, അതും ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വലിയ തടസ്സമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായിട്ടുള്ള വെടിനിർത്തൽ പ്രഖ്യാപിക്കുക, തടസ്സമില്ലാതെ ഭക്ഷണവും മരുന്നും, ഏറ്റവും കുറഞ്ഞത് ഭക്ഷണവും മരുന്നും എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. അതിനെന്ത് വേണം? ഗതാഗതം വേണം. അത് റോഡ് ഗതാഗതം സുഗമമായിരിക്കണം. അതാണിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇറാനെപ്പോൾ രാജ്യത്തിന് അവർക്ക് മരുന്നും മറ്റുള്ള സഹായത്തിന് ഇന്ത്യയോട് പോലും അഭ്യർത്ഥിക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. ഏതായാലും ഇന്ത്യ ഗവൺമെൻറ് അവിടേക്ക് മരുന്ന് എത്തിച്ചിരിക്കുകയാണ്. അത് വലിയൊരു കാര്യമാണത്. ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. അതൊരു ധീരമായിട്ടുള്ളൊരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല, ഭാരതത്തിൻ്റെ മഹിമ അത്തരം പ്രവർത്തികളിലാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യം ഇതുപോലെ തുടർന്നു വരികയാണെങ്കിൽ ഈ സാഹചര്യങ്ങൾ മാറിയിട്ട് പഴയ അവസ്ഥയിലേക്ക് എത്താൻ ഇനിയും സമയം പിടിക്കുകയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യ കാണാൻ പോകുന്ന ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത പട്ടിണി ദുരന്തമെന്ന ബോംബ്, മനുഷ്യനിർമ്മിത പട്ടിണി ദുരന്തം അതായിട്ട് ഈ യുദ്ധം മാറും. യുദ്ധം ഇന്ന് അവസാനിച്ചാൽ പോലും ഈ പട്ടിണി ദുരന്ത പ്രശ്നത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഇറാനും കഴിയില്ല, ഇസ്രായേലിനും കഴിയില്ല. ഒരു പരിധിവരെ സാമ്പത്തിക മാന്ദ്യം എന്ന കുടുക്കിൽ നിന്ന് തലയൂരാൻ അമേരിക്കയ്ക്കും കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടാണ് ഇസ്രായേലിൽ നിന്ന് പല ആളുകളും, പല പെൺകുട്ടികളും ഇസ്രായേലിന് വേണ്ടി മാത്രം സംസാരിച്ചിരുന്നത്. ലോകത്ത് ഇസ്രായേലല്ലാതെ, ജൂതന്മാരല്ലാതെ വേറെ ആരും ഈ ലോകത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എപ്പോഴും ആക്രോശിക്കുന്ന റീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. അവർ പോലും മാറത്തടിച്ച് നെഞ്ചത്തടിച്ച് കരയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കാര്യങ്ങൾ അവിടെ എത്തിച്ചേർന്നു എന്നർത്ഥം. അവരുടെ ദിനമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോലും സാധനങ്ങൾ കിട്ടുന്നില്ല. റോട്ടി കപ്പട മക്കാൻ, സ്വന്തം വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല. ബങ്കറുകൾക്ക് പോകണം. ആഹാരത്തിന് സൂപ്പർ മാർക്കറ്റുകൾ എപ്പോൾ തുറക്കുമെന്നറിയില്ല, തുറന്നാൽ എപ്പോൾ അടയ്ക്കുമെന്നറിയില്ല, തുറന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് വേണ്ട സാധനം അവിടെ ഉണ്ടോ എന്നറിയാത്ത സാഹചര്യം ഇസ്രായേലിൽ പോലും വന്ന് ഭവിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ആവശ്യമാണ്. അത് ഇനിയും ഉണ്ടായില്ലെങ്കിൽ വരാൻ പോകുന്നത് ഏറ്റവും വലിയ ദുരന്തമായിരിക്കും. ആ ദുരന്തമാണ് പട്ടിണി ദുരന്തം. നേരിട്ട് ജനവാസ കേന്ദ്രങ്ങളിൽ ബോംബിടുന്നില്ല എന്നുള്ളൊരു മര്യാദ അമേരിക്കയോ ഇസ്രായേലോ ഇറാനോ ഇടുന്നില്ല എന്നൊരു കാര്യം അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും മറ്റൊരു അർത്ഥത്തിൽ അവർ ജനവാസ കേന്ദ്രങ്ങൾ തന്നെയാണ് ബോംബിടുന്നത്. ഇവരെല്ലാവരും ബോംബിടുന്നു. കാരണം എന്താണ്? പട്ടിണി ദുരന്തം വരുത്തി വയ്ക്കുന്ന രീതിയിലുള്ള ബോംബിങ്ങാണ് നടത്തുന്നത്. വാഹന ഗതാഗതം സാധ്യമല്ലാത്ത അവസ്ഥ, കൃഷിഭൂമികളിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും? അതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്തായിരിക്കും? അവിടെയുള്ള ജനങ്ങൾ, അവിടെയുള്ള പാവങ്ങളായിട്ടുള്ള ജനങ്ങൾ, അതുപോലെ തന്നെ കുട്ടികൾ,
വൃദ്ധന്മാർ, സ്ത്രീകൾ വലുതായിട്ടുള്ളൊരു പട്ടിണി ദുരന്തത്തിലേക്ക് അവർ കടന്നു ചെല്ലുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ അഭിമുഖീകരിക്കാൻ പോകുന്ന, ഇപ്പോഴേ അഭിമുഖീകരിച്ച് തുടങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം അതാണ് വാസ്തവത്തിൽ. ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെവിടെയോ കിടക്കുന്നവരാ, അവരിവിടെ വന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിതിൻ്റെ അതീശത്വമില്ലെങ്കിൽ, ഞങ്ങൾക്കിവിടെ എണ്ണയുടെയും ധാതു സമ്പത്തിൻ്റെയും പ്രകൃതി വിഭവങ്ങളുടെയും അതീശത്വം ഞങ്ങൾക്ക്, അതിൻ്റെ കൺട്രോളേഴ്സ്, അതിന് നേതൃത്വം ഞങ്ങൾക്കില്ലെങ്കിൽ മറ്റാർക്കും വേണ്ട എന്ന നിലപാടാണ് അമേരിക്കൻ കുരിശു യുദ്ധക്കാർ. അവർ കുരിശു യുദ്ധക്കാരാണ്. കൃത്യമായിട്ട് മതങ്ങൾ തമ്മിലാണ് ഇവിടെ യുദ്ധം നടക്കുന്നത്. പലരും അല്ലെന്ന് പറയുമെങ്കിൽ പോലും അന്തർധാര അക്കാര്യത്തിൽ സജീവമാണ്. മതങ്ങൾ തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. ഇവിടെ കുരിശു യുദ്ധമാണ് നടക്കുന്നത്. ഇവിടെ യുദ്ധം നടക്കുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. 3 അടി മണ്ണ് ഭിക്ഷയായിട്ട് യാചിച്ചു വന്ന് 3 ലോകവും സ്വന്തമാക്കുന്ന വാമന തന്ത്രമാണ് അമേരിക്കയുടേത്. ബ്രിട്ടൻ്റെ തന്ത്രം, ഒരു കാലത്ത് ബ്രിട്ടൻ്റെ ഇത് മാത്രമായിരുന്നു ആ തന്ത്രം. ലോകം മുഴുവൻ ഒരു കോളനികളിലുണ്ടാക്കി അതിൻ്റെ ദുരന്തഫലം നന്നായിട്ട് അനുഭവിച്ചവരാണ് നമ്മൾ. ബംഗാളിലൊക്കെ ബംഗാൾ ക്ഷാമം, എത്ര ലക്ഷം ആളുകളാണ് റോഡിനകത്ത് മരങ്ങളുടെ പല ചുള്ളിക്കമ്പുകൾ വീണ് പോയത്. നിങ്ങളതിൻ്റെ ചരിത്രം എടുത്തു നോക്ക്. ആ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇവിടെ എത്തിക്കുന്നത്. പശ്ചിമേഷ്യയിലെ അറേബ്യൻ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അമേരിക്കയുടെ മുഖത്ത് നോക്കി ആക്രോശിക്കണം. ഞങ്ങൾക്കിനിങ്ങനൊരു തമ്പുരാൻ വേണ്ട എന്ന്, കടന്നു പുറത്തു പോ എന്നവരോട് ആക്രോശിക്കാൻ ഇനിയും വൈകിക്കഴിഞ്ഞാൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് വളരെ വലുതായിട്ടുള്ള ഒരു ദുരന്തമായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല.